പൂരാടി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, പുണർദം, പൂയം, ആയില്യം ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നതും സംഭവിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചതുമായ ചില കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുവാൻ ഗ്രഹങ്ങളുടെ ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും കാരണമാകുന്നു. അപ്രകാരം നോക്കുമ്പോൾ ജ്യോതിഷത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഗജകേസരി യോഗമാണ് ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ച സിദ്ധിക്കുവാൻ പോകുന്നത്. വ്യാഴവും ചന്ദ്രനും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഗജകേസരി യോഗം കൊണ്ട് ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള അപ്രതീക്ഷിതമായ കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും ദുഃഖങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതെല്ലാം നേരെ തിരിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അതായത് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില വാർത്തകളും ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും അതുപോലെ തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ വരുമാന മേഖലയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് അധികം പണം വന്നു ചേരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം നിങ്ങളെടുക്കുന്ന ചില ബുദ്ധിപരമായ തീരുമാനങ്ങൾ നിങ്ങളെ വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മ മേഖലയിൽ ഏറ്റവും മികച്ച തരത്തിലുള്ള ചില മാറ്റങ്ങളായിരിക്കും ഈ ഗജകേസരി യോഗം കൊണ്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി ചെയ്യുന്ന ജോലിയിൽ നിന്ന് പുതിയ ഒരു ജോലിയിലേക്ക് മാറുവാനൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് നേടിയെടുക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഇത്. ഇതിൽ ചില വ്യക്തികൾക്ക് ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ച തന്നെ ഇതിൻ്റെ അനുഭവങ്ങൾ കാണുവാൻ കഴിയുകയും മറ്റു ചിലർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതുമായും അറിയുവാൻ കഴിയും. ഇനി അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം മനോവിഷമം അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഗജകേസരി യോഗം നിങ്ങളെ തുണയ്ക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം കാണുവാൻ കഴിയുകയും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്ക് പണി പൂർത്തിയാക്കി ഉടനെ തന്നെ താമസം മാറ്റുവാനുള്ള യോഗം കൈവരികയും ചെയ്യും. മാത്രമല്ല പലതരത്തിലുള്ള മംഗളകാര്യങ്ങളും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും തന്നെയാണ് മീനം രാശിക്കാരെ ഈ ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ച കാത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ജീവിതത്തിൽ മീനം രാശിക്കാർക്ക് ഒരു ധൈര്യം കൈവരികയും എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട്
ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളും തിരിച്ചറിയുവാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവുമെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലായിരിക്കും ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയം മുതൽ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായി, ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാൽ ജൂൺ 9 തീയതി തിങ്കളാഴ്ച വളരെയധികം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും ഉയർച്ചകളുമെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ഭാരം കയറിക്കൂടിയ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ എടുത്തു നോക്കിയാൽ എണ്ണി പറയുവാൻ 1-2 പ്രശ്നങ്ങളല്ല പല വ്യക്തികളും അനുഭവിക്കുന്നത്. എന്നാൽ ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമതകളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമാധാനവും ആത്മവിശ്വാസവുമെല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും. അതുമാത്രമല്ല, കടബാധ്യതകൾ കൊണ്ടും ജീവിതത്തിൽ ആഗ്രഹിച്ച ചില നേട്ടങ്ങൾ എത്തിപ്പിടിക്കുവാൻ കഴിയാത്തതിനാലും വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികളുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സമാണ് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒന്ന് മാറുമ്പോൾ ഒന്നായി ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് പോരാഞ്ഞിട്ട് കുടുംബത്തിൽ പോലും സമാധാനമില്ലാത്ത സാഹചര്യങ്ങളാണ് മിക്കപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ മേടം രാശിക്കാർക്ക് ഈ ഗജകേസരി യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയത്ത് ഇതിൽ നിന്നെല്ലാം ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വളരെയധികം നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ പുതിയ ചില സ്ഥാനങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉടൻ ഉണ്ടാകും. ഇനി ഏറ്റവും സുപ്രധാനമായി പറയേണ്ടത്, വീട്ടിലുള്ളവർക്ക് മാറി മാറി രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നതിനാൽ വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചില മേടം രാശിക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ ചിലവഴിക്കുവാനുള്ള പണം പോലും കയ്യിൽ എടുക്കുവാൻ ഇല്ലാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശമനമുണ്ടാവുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാനവും സന്തോഷവും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും ഇനിയങ്ങോട്ട് അനുഭവിക്കുവാൻ കഴിയുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. ഈ ഗജകേസരി യോഗത്താൽ മീനം രാശിയിൽപ്പെടുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിലുള്ള മികവ് പുലർത്തുവാനും എല്ലാ അലസതകളും മടിയും മാറ്റിവെച്ച് ഉത്സാഹത്തോടെ പഠന കാര്യങ്ങളെല്ലാം ചെയ്യുവാനുമുള്ള മനസ്ഥിതി ഉണ്ടാവുകയും അതിലൂടെ അവർ കൈവരിക്കുന്ന ചില നേട്ടങ്ങൾ മീനം രാശിക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾക്ക് മഹാഭാഗ്യമായിട്ടാണ് വരുന്നത്. ഇനി അടുത്തതായി ഈ ഗജകേസരി യോഗത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ശുഭകരമായ നേട്ടങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തൊട്ട് മുൻപുള്ള ദിവസം വരെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങളും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുമായിരിക്കും നിലനിന്നിരുന്നത്. എങ്കിലും ഈ ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതോടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായി കാണുവാൻ കഴിയും. പ്രത്യേകിച്ച്
ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും മനസമാധാനത്തോടെ ആ ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ആർക്കും ഒരു ഉപദ്രവത്തിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ദ്രോഹിക്കുകയും നിങ്ങൾക്ക് നാശം ഭവിക്കുന്നത് കാണുവാനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളാൽ നിങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു വരികയാണ്. എന്നാൽ ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് തുണയാകുന്ന ഈ ഒരു സമയത്ത് നിങ്ങളെ ദ്രോഹിക്കുന്നവരിലേക്ക് അവർ നിങ്ങൾക്കെതിരായി ചെയ്യുന്ന എല്ലാ ദോഷകരമായ കാര്യങ്ങളും തിരിച്ചടിക്കുന്ന സമയമാണ് വരുന്നത്. അപ്രകാരം മറ്റുള്ളവർ നിങ്ങൾക്ക് ദോഷമായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുന്നതിനാൽ തന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ചകൾ വന്നു തുടങ്ങുകയും മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവുമെല്ലാം അനുഭവിച്ചറിയുവാനും കഴിയുമെന്നുള്ളത് ഫലപ്രകാരം വ്യക്തമാണ്. എത്ര വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശമനം ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. മാത്രമല്ല, സ്വന്തമായി വസ്തുവകകൾ, അതുപോലെ പുതിയ വീട്, പുതിയ വാഹനം, വിലപിടിപ്പുള്ള വസ്തുവകകൾ എന്നിവയൊക്കെ സ്വന്തമാക്കുവാനുള്ള യോഗവും ഈ ഒരു ഗജകേസരി യോഗം കൊണ്ട് കർക്കിടകം രാശിക്കാരിലേക്ക് വന്നെത്തുവാൻ പോവുകയാണ്. ജീവിതത്തിലെ ഉയർച്ചകളോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ ഈ ജൂൺ 9-ാം തീയതി തിങ്കളാഴ്ച ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില ദൂരയാത്രകൾ ചെയ്യേണ്ടതായും വരും. മാത്രമല്ല, നിങ്ങൾ എന്തു കാര്യത്തിന് വേണ്ടിയാണോ യാത്ര ചെയ്യുന്നത് അത് ഏറ്റവും ശുഭകരമായി തന്നെ അവസാനിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഗജകേസരി യോഗം നൽകുവാൻ പോകുന്നത് മഹാഭാഗ്യങ്ങളാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.